Hold it. Hold it. Hold. Wow, super. Hey champs, this is me Riman Shiro. അപ്പോൾ ഒരു 5-6 ദിവസത്തെ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയെന്ന് പറയുന്ന സമയത്ത് നമ്മളെ BTRന്റെ അപ്ഡേഷൻസ് ആണ്. അപ്പോൾ അതിൽ എൻ്റെ ഓപ്പോണന്റിനെ പറ്റിയും പിന്നെ 2 ടീമായിട്ട് തിരിച്ചിട്ടാണ് ഇത്തവണത്തെ മാച്ച് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടീം ഐസും ടീം ഫയറും. അതിൽ ടീം ഐസിന്റെ ക്യാപ്റ്റൻ ഞാനും ടീം ഫയറിന്റെ ക്യാപ്റ്റൻ രഞ്ജിത്ത് പി ജോൺസണാണ്. അപ്പം എൻ്റെ മാച്ച് നടക്കുന്നത് തന്നെ ഒരു ക്യാപ്റ്റൻ വേഴ്സസ് ക്യാപ്റ്റൻ മാച്ചും കൂടെ ആയിരിക്കും. ഇപ്പോൾ ടീം ഐസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഞാനും ടീം ഫയറിന്റെ ക്യാപ്റ്റനായിട്ടുള്ള രഞ്ജിത്ത് പി ജോൺസണും. അപ്പോൾ ക്യാപ്റ്റൻ വേഴ്സസ് ക്യാപ്റ്റൻ മാച്ച് ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ പ്രണവ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ജിമ്മിൽ പോയിട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഡിഫൻസീവ് വർക്കൗട്ടാണ്. പിന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ അടുത്ത് വരെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിഫൻസിനും കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയൊരു കാര്യമാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഈ കാണുന്ന കാറ് ഞാൻ പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യം എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എൻ്റെ പേരിൽ ഒരു കാർ എടുക്കണം എന്നായിരുന്നു. അതിപ്പോൾ നടന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു. ഇപ്പോൾ ഫാമിലിനെ കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു കാർ അത്യാവശ്യമായിരുന്നു. ശരിക്കും ഞാനൊരു ബൈക്ക് ഭ്രാന്തനാണെന്നുണ്ടെങ്കിലും വീട്ടുകാരെ കംഫർട്ട് കൂടെ നോക്കുമ്പോൾ ഒരു കാർ അത്യാവശ്യമാണ്. മുമ്പ് ഞാനിങ്ങനെ നിൽക്കുമ്പം കൂട്ടുകാരന്മാരായാലും ബാക്കിയുള്ളവരെ കേസിലാണെന്നുണ്ടെങ്കിലും അവർ വീട്ടുകാരെ കൊണ്ട് ഇങ്ങനെ കാറ് പോകുന്നതും കാറ് കൊണ്ട് എല്ലായിടത്ത് പോകുന്നതൊക്കെ കാണുമ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ മൈൻഡ് വിചാരിക്കുമായിരുന്നു എനിക്കും ഒരെണ്ണം വേണമെന്ന്. അപ്പോൾ അതിപ്പോൾ എന്തായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനി കുറേ ലൈഫിൽ വരാനായിട്ടുണ്ട്. എല്ലാത്തിനും വേണ്ടി ഞാൻ ശ്രമിക്കും. എല്ലാം നമ്മളെ കയ്യിലല്ല, പ്ലാനിങ് എല്ലാം നടക്കും, ഓക്കെ അതാണ്. പക്ഷെ എല്ലാം നമ്മളെ കയ്യിലല്ല. മാക്സിമം ഞാൻ വിചാരിക്കുന്ന എല്ലാ ബക്കറ്റ് ലിസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം നോക്കും. അപ്പോൾ നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ട് കാറും പാർക്ക് ചെയ്തതിന് ശേഷം പ്രണവിൻ്റെ വണ്ടിയിൽ പോയിട്ടൊന്ന് മുടിയും വെട്ടിയിട്ട് ഡ്രസ്സും ചെയ്തിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. പിന്നെ BTRന്റെ അപ്ഡേഷനിൽ നിങ്ങളുടെ ഞാൻ ഒരു കാര്യം കൂടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ടീം ഐസും ടീം ഫയറും 2 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ്. അവർക്ക് 2 ജേഴ്സിയും അവർ ഡിസൈൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ടീമിൻ്റെ ജേഴ്സി എത്തിയിട്ടുണ്ട്. നമ്മളെ ടീം ഐസിൻ്റെതാണ്. അപ്പോൾ ടീം ഫയറിൻ്റെ ടീം ഐസിൻ്റെ 2ൻ്റെ ജേഴ്സി ആയിട്ടുണ്ട്. അപ്പോൾ 2 ജേഴ്സി നിങ്ങളൊന്ന് കണ്ടിട്ടോ. അപ്പോൾ ജേഴ്സിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിൽ ടീം ഐസിൻ്റെതാണോ ടീം ഫയറിൻ്റെ ജേഴ്സിയാണോ ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ നേരെ ജിമ്മിലോട്ട്. അപ്പോൾ നമ്മളെ പതിവ് നമ്മൾ ഇന്നും തെറ്റിച്ചിട്ടില്ല. നേരെ പോയിട്ട് ചായയും കടിയും അത് കഴിഞ്ഞിട്ട് ജിമ്മിലോട്ട്. നമുക്ക് പിന്നെ ഈ ഓയിൽ ആൻഡ് ഷുഗർ കട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഡിഫെൻസീവ് വർക്കൗട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ജിമ്മിൽ പോയത്. പക്ഷേ പെട്ടെന്ന് ഞാൻ ആ പ്ലാൻ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ടോപ്പ് റോളിനുള്ള വർക്കൗട്ട് ചെയ്തു. നല്ല എഫക്റ്റീവായിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് ടേബിൾ പുള്ളി വലിച്ചിട്ടിട്ട് പ്രൊണേഷൻ വർക്കൗട്ട് അങ്ങ് ചെയ്തു. ഇങ്ങനെ ഫ്രണ്ടിൽ കൈ ഇങ്ങനെ ഫ്രണ്ട് വെച്ചിട്ട് അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കപ്പാകാൻ പാടാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 3 സെക്കൻഡ് വയ്ക്കണം, തിരിച്ച് റിലീസ് ചെയ്യണം, വീണ്ടും വലിച്ചൊരു 3 സെക്കൻഡ് ഇങ്ങനെ വയ്ക്കണം, റിലീസ് ചെയ്യണം. എന്താ ഫ്രണ്ടിൽ നീ ഇങ്ങനെയും വെക്കണ്ട ഇങ്ങനെയും വെക്കണ്ട, കറക്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അടുത്ത് കൂടെ വാക്ക് മറ്റേ നല്ല ലോഡാവുകയും ചെയ്യും. വീണ്ടും ലോക്ക് ചെയ്യും, അകത്ത് ലോക്ക് ചെയ്യും, കുറച്ചുകൂടെ അകത്തേറ്റ് ഇല്ല നോക്കട്ടെ അത് പഠിക്കട്ടത്. കൈ ഫ്രണ്ടിലോട്ട് പോയി. എടാ ഫ്രണ്ടിലേ ഇവിടെ വേ, അതാ നിനക്ക് കൂടെ വാക്ക് കിട്ടും. അങ്ങനെ ഹോൾഡ് ചെയ്ത് വേ, എന്നിട്ട് വിട്. അത് തന്നെ അത്രയും ലോഡിൽ നീ അകത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കണം. നിന്റെ റിസ്റ്റിന്റെ അവിടുത്തെ സ്ട്രെങ്ത് കൂടാനിട്ട്. എങ്ങനെയുണ്ട് വർക്കൗട്ട്? എങ്ങനെയുണ്ട്? നീ ആദ്യമായിട്ടല്ലേ ഇത് ചെയ്യണ? ഹെവി സാധനമല്ലേ? പോറാമൊക്കെ പൊളിയോ അതില്. പ്രണവ് കയറ, കുഴപ്പമില്ല നീ കയറ്. ചുരുട്ട് നീ ഉള്ളതിൽ ചെയ്യാതെ, എന്നിട്ട് ബൂസ്റ്റ് ചെയ്യാം. നീ ഭയങ്കര സംഭവം അങ്ങനെ ഹോൾഡ് ചെയ്തേ. അവന്താ പക്കയിടും ചെയ്യണം. വിട്
ഇത് നീ ആദ്യമായിട്ടല്ലേ ചെയ്യണം? വല്ലപ്പോഴൊക്കെ ഇത് ചെയ്തു കൊടുത്താൽ മതി. എന്നുവെച്ചാൽ ടേബിളിൽ ഹെവി ചെയ്തതിന് ശേഷം അല്ലാത്ത ദിവസങ്ങളിൽ ഇതും കൂടെ ചെയ്തു കൊടുത്താൽ നല്ലതാണ്. റിസ്റ്റ് അത്ര ലോഡാവും. ഒരു ചൂരലും എടുത്ത് വെച്ചിട്ട് പ്രണവും അർജുനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ട്രെയിനിങ് അങ്ങോട്ട് ചെയ്തു. ബാക്കി എന്തൊക്കെ നടന്നത് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞു. വിറക്കണ വിറയിലോടെ സ്വല്പം ദാക്ഷിണ്യമാവാം, സ്വല്പം ദാക്ഷിണ്യമൊക്കെ ആവാം. ഞാൻ ചെയ്തതിന്റെ അപ്പുറം എനിക്ക് അന്ന് കിട്ടിയതിന്റെ അടി അപ്പുറം വന്നോ. പക്ഷെ നിനക്ക് അന്ന് കിട്ടിയ അടിയൊന്നും വ്ളോഗിന് കയറ്റാൻ പറ്റില്ലല്ലേ? വ്ളോഗ് ഇല്ലാത്ത ദിവസം. പൈ പറയണ. 1 2 3 പിന്നെ അവിടെ പട്ടി പ്രസവിച്ച വണ്ടി 5 പറഞ്ഞില്ല, 5 പറഞ്ഞില്ല. കപ്പി 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 കപ്പി. പകരത്തിന് പകരമായി ഇപ്പം അവന്റെ കയ്യിൽ എമ്മ നിന്റെ കയ്യിലും വന്നാ ഞാനപ്പൊക്കെ ചാടിയിട്ടുണ്ട്. രണ്ട് തലോ അയ്യോ ഇവിടെ അമ്പം പാൽ. ചത്ര ചത്ര കൈ ചത്ര. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അവസരം മുതലാക്കാൻ തന്നെ. ഞാൻ അങ്ങോട്ട് വരട്ടെ ഇനി. ഹോൾഡ് ഹോൾഡ് എടാ ഹോൾഡ് ഇട് ഹോൾഡ് ഇട്. ഓ ചത്തവന്റെ തൊല്ലം ചിന്നത്തേക്കായി. കണ്ടക്കി കിട്ടി. അകത്തോ 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 അകത്തോടെ കുറച്ചുകൂടെ കപ്പാകും. 1 2 അതാണ് കപ്പ്, അതാണ് കപ്പ്. കപ്പ് പൊളിയാണ്, കപ്പ് പൊളിയാണ്. അർജുന നിന്റെ സ്റ്റിക്കറൊക്കെ ബീറ്റർ ഗ്രൂപ്പിൽ പുതിയത് വന്ന് അറിഞ്ഞാ നീ? നിന്റെ പുതിയ സ്റ്റിക്കറൊക്കെ ഇറക്കിയോ? പ്രണവാണ് മെയിൻ സാധനം. വിദ്യാറിന്റെ കണ്ണിയാണ് കണ്ണി. അമ്മക്ക് വേണ്ടി കളിക്കണം. എന്തായാലും നിന്റെ പുതിയ സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ട്. ആ സ്റ്റിക്കർ കാണിച്ചു വിടാ. എവിടെ അവന്റെ സ്റ്റിക്കർ? എവിടെ? അടിക്കട അടിക്കട. ഗ്രൂപ്പ് ഫുള്ളത് തന്നെ, PTR ഗ്രൂപ്പ്. ഗൈസ്, അപ്പോൾ വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ എനിക്ക് കൈക്ക് കുറച്ചൊരു പെയിൻ വന്ന്. അപ്പോൾ ആ ഒരു പെയിൻ ഇപ്പോൾ ഒന്ന് റിക്കവറായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ രഞ്ജിത്തേട്ടൻ്റെ മാച്ച് ഭയങ്കര ഹൈപ്പിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ വേഴ്സസ് ക്യാപ്റ്റൻ മാച്ചാണ്. 2 ടീമിൻ്റെ. ടീം ഐസിൻ്റെ ക്യാപ്റ്റൻ ഞാനും,
ടീം ഫയറിന്റെ ക്യാപ്റ്റൻ രജിത്തേട്ടനും. അപ്പോൾ ഇപ്പം ബാക്കിയുള്ള പ്ലെയേഴ്സിന്റെ പോഡ്കാസ്റ്റിനിടയിൽ നമ്മളെ മാച്ചിന്റെ കേസൊക്കെ പറയുന്ന സമയത്ത് അത്യാവശ്യം ഭയങ്കര ഹൈപ്പിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കും. അത്രയ്ക്ക് വർക്കും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. പിടി ഗമണ്ടർ ഹുക്ക് വേഴ്സസ് ഹുക്ക്. ശ്രീകുട്ടൻ പ്രസ്സൊക്കെ ഇപ്പൊ സെറ്റായി വന്നോണ്ടിരിക്കുകയാണ്. തേജ് അർജു എടുത്ത്. പക്ഷെ അവൻ ഡിഫൻസ് നിന്റെ ഡിഫൻസ് ആണ് കേറാനുള്ളത്. ശ്രീകുട്ട ഡിഫൻസ് വർക്കൗട്ട് ചെയ്യണം വല്ലപ്പോഴും. അതാണ് ആ ടോപ്പൊക്കെ ചെയ്യണം. സ്ത്രാപ്പിനെ ഹീ രണ്ടൊരു ഹുക്കി തന്നെ കളി. രണ്ടൊരു ഹുക്ക് പ്ലേയേഴ്സ് അല്ലേ. ഗുമോൺ കൈ എവിടെ പിടിച്ചു വാക്കില്ല. ഒറ്റടി പിടേ ബോഡി കയറ്റിട്ട് ആ പൊസിഷനിൽ പ്രസ് ചെയ്യണ്ട. കൈ ഇഞ്ചുറി ആവും. കാരണം അവൻ സെന്ററിൽ പിടിച്ച് നിർത്തിയൊക്കെയാണ്. അത് നിന്റെ ഇഷ്ടം. ഓഫർ ഉള്ളൊക്കെ കൊണ്ട് ഫിനിഷ് ചെയ്യണം. അത് തന്നെ ചെയ്തു. ഒറ്റ ആക്കലാക്കല്ലേ. ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. കുടീന്റെ കണ്ണുകളൊക്കെയാണ് വീർത്ത് കുളിച്ചവൻ. ഇത്ര നാളെ ചെയ്തില്ല. ഇന്നലെടാ വിഷയ ഹെവിയിൽ വർക്ക് ചെയ്ത. ജയിച്ചാലും തോറ്റാലും 15-ാം തീയതി 16-ാം തീയതി 15-ാം തീയതി നമ്മളോട് കയറും. 16-ാം തീയതിയാണ് മത്സരം. അപ്പടി ജയിച്ചാലും തോറ്റാലും എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. ഓക്കെ, സെറ്റ്. അല്ല, നിങ്ങൾക്ക് ഉപയോഗമാണ്. പയ്യെ എടുക്കുള്ളൂ. ഗൈസ്, പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഹൻഷായും അഫ്ഗാനുമായിട്ടുള്ള മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷെഹൻഷായും നമ്മളെല്ലാം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ ഷെഹൻഷായുടെ മാച്ച് ക്യാൻസൽ ആയിട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രാക്ടീസിനിടയിൽ അവൻ റെസ്ലിംഗ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കൈക്കൊരു ഇഞ്ചുറി പറ്റി. അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്ത് 2 ആഴ്ചത്തെ റെസ്റ്റ് വേണം, അത്യാവശ്യം പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോമ്പറ്റീഷൻ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേക്ക് 8ാമത്തെ ദിവസം കോമ്പറ്റീഷനാണ്. അപ്പോൾ അവൻ അതിനുള്ളിൽ റിക്കവർ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ മാച്ച് ഒഫീഷ്യലി ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഷെഹൻഷാ നമ്മളോട് വരുന്നില്ല. കോമ്പറ്റീഷൻ ഇനി ജസ്റ്റ് ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രെയിനിങ് ഒക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പം നല്ല രീതിക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനും സൂരജും അർജുൻ മാത്രമേ ഇവിടെ നിന്നപ്പോൾ ഉള്ളൂ. ഷെഹൻഷായുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ 3 നേരം ട്രെയിനിങ് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. അർജുനും ഞാനും ഇവിടെ ഒരു ജിമ്മിലാണ് ട്രെയിൻ ചെയ്യുന്നത്, സൂരജ് വേറെ ജിമ്മിലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കേരളത്തിൽ നിന്ന് ഇപ്പം നിലവിൽ നമ്മൾ 3 നേരം മാത്രമേ മത്സരിക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എന്ത് വില കൊടുത്തും ജയിക്കാനായിട്ട് മാക്സിമം നോക്കണം. പിന്നെ ഓപ്പോണൻസ് ഒക്കെ അത്യാവശ്യം നല്ല ടൈറ്റാണ്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൗട്ടിൻ്റെ കേസിലോ അല്ലെങ്കിൽ പുള്ളിങ്ങിൻ്റെ കേസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് ഇവിടെ ചോദിച്ചാൽ മതി. ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ. പിന്നെ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ബൈ.